ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ബൈബിറ്റ് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിൽ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. ബൈബിറ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. ബൈബിറ്റ് എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോ കറൻസീസ് ബൈയും സെല്ലും ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ചാണ്, ട്രേഡിംഗ് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ചാണ്. അപ്പോൾ ഇതിൽ എന്തിന് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം എന്ന് ചോദിച്ചാൽ, നമ്മൾ ടെലഗ്രാമിൽ കുറേ മൈനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്, ലാപ്സാപ്പ്, അതുപോലെ എസ് കോയിൻ, ഹാംസ്റ്റർ കോയിൻ, അതുപോലെ അതൊക്കെ നമ്മൾ സെല്ല് ചെയ്തിട്ടാണ് നമുക്ക് ക്യാഷ് കിട്ടുക. ഇപ്പോൾ നമ്മളതിൽ മൈൻ ചെയ്യുകയാണ്, മൈനിങ് കഴിഞ്ഞാൽ വിഡ്രോയിൽ വരും, വിഡ്രോ അടിച്ച് കഴിഞ്ഞിട്ട് സെല്ല് ചെയ്യണം. സെല്ല് ചെയ്യുമ്പോഴാണ് നമുക്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് ആക്കിയിട്ട് എടുക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെല്ല് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബൈബിറ്റ് എന്ന് പറയുന്ന എക്സ്ചേഞ്ച് അത്യാവശ്യമാണ്. കോയിൻസൊക്കെ ബൈബിറ്റിലായിരിക്കും ലിസ്റ്റ് ആവുക. ഇനി ബൈബിറ്റിന് പുറത്ത് ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ആവുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോസും ഉടനെ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മൈൻ ചെയ്യുന്ന കോയിൻസ് സെല്ല് ചെയ്ത് വിഡ്രോ അടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ബൈബിറ്റ് എന്ന് പറയുന്ന ആപ്പ് ആവശ്യമാണ്. അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഇതിൽ അങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് മാത്രമാണ്. ഇനി ഇതിലൊക്കെ അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാം, സെല്ല് ചെയ്യാം, ട്രേഡ് ചെയ്യാം, ഇതൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊരു ട്രേഡിംഗ് സീരീസ് പോലെയാണ് പോകുന്നത്. അപ്പോൾ ഇതിലെങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് മാത്രമാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതുവരെ ക്രിപ്റ്റോ കറൻസി മൈനിങ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും സമയമുള്ളവർ ചാനൽ ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് നോക്കുക. കുറേ അധികം മൈനിങ് നമ്മൾ ചെയ്യുന്നുണ്ട്, ഫ്രീ ആയിട്ട് ഒരു പോലും മുടക്കാതെ എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരിക. ലിങ്ക് വഴി കയറുന്നതുകൊണ്ട് നിങ്ങൾക്ക് 6025 USDT ബോണസ് നിങ്ങൾക്ക് കിട്ടും. USDT എന്ന് പറഞ്ഞാൽ US ഡോളറാണ്, ഡോളറിൻ്റെ ടോക്കണാണ് USDT എന്ന് പറഞ്ഞാൽ. $6025 വരെ നിങ്ങൾക്ക് ഈ ഒരു റിവാർഡായിട്ട് കിട്ടും. നമ്മൾ ലിങ്ക് വഴി കയറിയതുകൊണ്ട് ബോണസ് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് താഴേക്ക് വന്ന ക്ലെയിം റിവാർഡ് എന്ന് പറഞ്ഞ ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബ്രൗസർ ഒന്നുകൂടി ക്ലോസ് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ സെറ്റാവും. ഓക്കെ, ഇനി എന്നിട്ട് സെറ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യുക, ഫോണിൽ ജസ്റ്റ് ഒന്ന് ഡെസ്ക്ടോപ്പ് മോഡ് ഇടുക. ഇതൊന്നും വർക്ക് ആവുന്നില്ലെങ്കിൽ മാത്രം ഡെസ്ക്ടോപ്പ് മോഡ് ഇട്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, നേരെ ക്ലെയിം റിവാർഡ് ബട്ടൺ വരും, ക്ലെയിം റിവാർഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള പേജാണ് വരിക. ഇവിടെ നിങ്ങൾ ഇമെയിൽ ഐഡിയും പാസ്വേഡും അടിക്കണം. നിങ്ങളുടെ ഇമെയിൽ ഐഡിൻ്റെ പാസ്വേഡല്ല, ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളൊരു ഇമെയിലും ബൈബിറ്റിനായിട്ട് ഒരു പാസ്വേഡ് നിങ്ങളിവിടെ കൊടുക്കണം. അക്കൗണ്ട് ക്രിയേഷന് ബൈബിറ്റിൻ്റെ അക്കൗണ്ടിന് വേണ്ടിയുള്ളൊരു പാസ്വേഡ്, ഇമെയിലിൻ്റെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ സെയിം പാസ്വേഡ് ഒരിക്കലും കൊടുക്കരുത് ഒരു അക്കൗണ്ടിലും. ഇതെല്ലാവർക്കും അറിയാം, അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു ഇമെയിൽ ഐഡിയും അല്ലെങ്കിൽ പാസ്വേഡും കൊടുക്കുക, രണ്ടും കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ടും ആപ്പിൾ ഐഡിയും വെച്ച് ഇവിടെ ലോഗിൻ ചെയ്യാം. അത് ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ, കാരണം നമുക്ക് വിഡ്രോവൽ പാസ്വേഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ചില ഇഷ്യൂസ് വരുന്നുണ്ട്. ഓക്കെ, നമ്മളിവിടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും വെച്ചിട്ട് തന്നെയാണ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. അതുപോലെ തന്നെ റെഫറൽ കോഡിൻ്റെ ഒരു സംഭവമുണ്ട്, ഒരു പേജ് ഉണ്ട്. അവിടെ നിങ്ങൾ RDPV5Z ഇത് ഓട്ടോമാറ്റിക്കലി വരും. ഇനി അഥവാ വന്നില്ലെങ്കിൽ ഈ ഒരു റെഫറൽ കോഡ് അടിക്കുക. അടിച്ചാലാണ് നിങ്ങൾക്ക് 6000 സംതിങ് USDT കണ്ടല്ലോ, അതിൻ്റെ ബോണസ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ആ ബോണസ് കിട്ടുന്നതിൻ്റെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോസിൽ പറയാം. നിങ്ങളിപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ട്രേഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ. ബട്ട് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്, ഡെപ്പോസിറ്റ് ഒന്നും ചെയ്യരുത്. ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് മാത്രം പഠിച്ചതിന് ശേഷം ചെയ്യുക. ഓക്കെ, തിരക്കാക്കരുത്. ഓരോ ദിവസവും നമ്മൾ ചെറിയ ചെറിയ വീഡിയോസ് ആക്കിയിട്ട് ഒരു സീരീസ് പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ട്രേഡറെ, ബിഗിനറിനെ അഡ്വാൻസ് ലെവലിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഇമെയിൽ ഐഡി ഒരു പാസ്വേഡും കൊടുക്കണം. ഞാൻ ഇപ്പോൾ കൊടുക്കുകയാണ്. ഓക്കെ, ഞാനൊരു ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട്, നിങ്ങളിവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കാണ്ട് ആ ടിക്ക് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ കൊടുത്ത മെയിൽ ഐ ഡിയിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. അത് നിങ്ങൾ നോക്കി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ കോഡ് അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ റീഡയറക്റ്റ് ആവും. അപ്പോൾ എൻ്റെ റീഡയറക്റ്റ് ആവുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു പേജിലേക്കാണ് പോകുന്നത്. ബൈബിറ്റിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള പേജിലേക്കാണ് പോവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഗെറ്റ് ഇറ്റ് ഓൺ പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി അല്ലാതെ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ പോയി ബൈബിറ്റ് എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഇതുപോലെ ബോണസും വെൽക്കം ഗിഫ്റ്റുകളും ഒന്നും കിട്ടില്ല. നിങ്ങൾക്ക് ഒരു റിവാർഡ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളെ ലിങ്ക് വഴി വന്ന റിവാർഡ്സും കാര്യങ്ങളും വെൽക്കം ബോണസും ആയിട്ട് നിങ്ങൾക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. അതിനുശേഷം ഗെറ്റ് ഇറ്റ് ഓൺ പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന ബട്ടൺ ഇവിടെ കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്ലേ സ്റ്റോർ ചോദിക്കുന്നുണ്ട്, ഞാൻ കണ്ടിന്യൂ അടിച്ചു. അപ്പോൾ പ്ലേ സ്റ്റോറിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബൈബിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പേജിൽ പ്ലേ സ്റ്റോറിൻ്റെ പേജിലേക്ക് വന്നു. ഇവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, 146 MB ആണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓപ്പൺ ചെയ്യാതിരിക്കുക. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് ഒരു 10 സെക്കൻഡ് ഈ ഒരു പേജിൽ തന്നെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബൈബിറ്റിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ആവുന്നതാണ്. ആൻഡ്രോയിഡിനും iOSനും സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യേണ്ടത്, വ്യത്യാസം ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് ലോഗിനാണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ സൈറ്റിൽ നിന്ന് ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ താഴെ കാണുന്ന ലോഗിൻ നൗ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കൊടുത്ത ഇമെയിൽ ഐഡിയും പാസ്വേഡും ഇവിടെ കൃത്യമായിട്ട് തന്നെ അടിച്ചു കൊടുക്കുക. നിങ്ങൾ നേരത്തെ സൈറ്റിലൊരു ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തല്ലോ, ആ ഒരു ഇമെയിൽ ഐഡിയും പാസ്വേഡും ഇവിടെ കൃത്യമായിട്ട് തന്നെ അടിച്ചു കൊടുക്കുക.
ഞാൻ ഇപ്പോൾ എൻ്റർ ചെയ്യുകയാണ്. മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ നൗ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഓപ്ഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഗൂഗിളിനെക്കാളും ഏറ്റവും ബെറ്റർ മെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. എന്നിട്ട് ലോഗിൻ നൗ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു വെരിഫിക്കേഷൻ വരും. റോബോട്ടാണോ അല്ലേ എന്നുള്ളത് നമ്മൾ സാധാരണ കാണുന്ന വെരിഫിക്കേഷൻ പോലെയല്ല, ഇത് ജസ്റ്റ് ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ആവും. ഇനി കംപ്ലീറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേ പൈപ്പ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ട്രാഫിക് ലൈറ്റ് സെലക്ട് ചെയ്യുക, അങ്ങനത്തെ ഒരു ക്യാപ്ച സെറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതാണ് നമ്മളുടെ മെയിൻ പേജ് ബൈബിറ്റിൻ്റെ. അപ്പോൾ ബാക്കി കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലേ, ഇതൊന്നും കണ്ട് കൺഫ്യൂഷൻ ആവേണ്ട, ഇതൊക്കെ സിമ്പിളാണ്. ഇനി വരുന്ന വീഡിയോസിൽ ഇതെല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു വരാം. നമുക്ക് ആദ്യം അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ ട്രേഡ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ പഠിക്കാം. ഇപ്പോൾ നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ മൈൻ ചെയ്യുന്ന കോയിൻ എങ്ങനെ സെല് ചെയ്യുക എന്നുള്ളതിൽ മാത്രമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് വെരിഫിക്കേഷൻ ടു ഡെപ്പോസിറ്റ് ആൻഡ് വിൻ 5020 വെൽക്കം ഗിഫ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെരിഫൈ നൗ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്, അത് പറയാം. വെരിഫൈ നൗ ക്ലിക്ക് ചെയ്യുമ്പോൾ അൺവെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. അതിനുശേഷം വെരിഫൈ നൗ ക്ലിക്ക് ചെയ്യുക. വെരിഫൈ നൗ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൺട്രി സെലക്ട് ചെയ്യണം, ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളൊരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം നിങ്ങളുടെ ഒരു ID കാർഡ് വെച്ചിട്ട്. ഒന്നെങ്കിൽ വോട്ടർ ID കാർഡ്, അല്ലെങ്കിൽ പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, അല്ലെങ്കിൽ റെസിഡൻസ് പെർമിറ്റ്. അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ പേടിക്കേണ്ട, ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ വിചാരിക്കുക. 18 വയസ്സ് ഒരാൾക്ക് എന്തായാലും ID കാർഡ് ഉണ്ടാവും, വോട്ടർ ID ഉണ്ടാവും, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവും 18 വയസ്സായ ഒരാൾക്ക്. അപ്പോൾ നിങ്ങളത് എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എടുക്കുക. ഇതില്ലാതെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും, പക്ഷേ ബൈബിറ്റിൽ പറ്റില്ല. ബൈബിറ്റിൽ ചെയ്യണമെങ്കിൽ നിങ്ങളൊരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കിയേ പറ്റുള്ളൂ, അല്ലാതെ വേറെ വഴിയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ബൈബിറ്റിൽ അക്കൗണ്ട് എടുക്കണമെങ്കിൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ വേണം. ഇനി നിങ്ങൾക്ക് ബൈബിറ്റിൽ അക്കൗണ്ട് വേണ്ട, വേറൊരു എക്സ്ചേഞ്ച് സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്ചേഞ്ച് ഉണ്ടോ വെരിഫിക്കേഷൻ എന്നില്ലാതെ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതിൻ്റെ വീഡിയോ ആണ് അടുത്തത് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള വെരിഫിക്കേഷനും കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ചെയ്യേണ്ട. ID കാർഡ് വേണ്ട, പാസ്പോർട്ട് വേണ്ട, ഡ്രൈവിംഗ് ലൈസൻസ് ഒന്നും വേണ്ട. ജസ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, സെല്ലും ബൈയും ഒക്കെ ചെയ്യാം. ഒരു രീതിയിലുള്ള വെരിഫിക്കേഷനും നിങ്ങൾ ചെയ്യേണ്ട. അതിൻ്റെ വീഡിയോ ആണ് അടുത്തത് വരുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഞാൻ ആദ്യം ബൈബിറ്റ് കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ, അധികം കോയിൻസും ആദ്യം ലിസ്റ്റ് ആകുക ബൈബിറ്റിലാണ്. ഓക്കെ, ഞാൻ കണ്ടിട്ടുള്ള ഇപ്പോൾ പുതിയ കോയിൻസൊക്കെ പെട്ടെന്ന് നോട്ട് കോയിനും ഒക്കെ തന്നെ ലിസ്റ്റ് ആയിരിക്കുന്ന ബൈബിറ്റിലാണ്. ബൈബിറ്റിൽ ലിസ്റ്റ് ആയതിനു ശേഷമാണ് വേറെ എക്സ്ചേഞ്ചസിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബൈബിറ്റിൽ അക്കൗണ്ട് എടുത്തു വെച്ചാൽ അത് ഏറ്റവും നല്ലത് എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനി ID കാർഡൊന്നും ഇല്ലാത്ത ഒരാളാണ് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളുടെ ID വെച്ചിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് സേഫ് ആണെന്ന് ഡൗട്ടുള്ളവർക്ക് ഞാൻ പറഞ്ഞാൽ, ഇത് ഇന്ത്യയിൽ FIU രജിസ്റ്റേർഡ് ആയിട്ടുള്ള, ഗവൺമെൻറ്റിൻ്റെ എല്ലാ റൂൾസും പാലിച്ച് രജിസ്റ്റേർഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചാണ് ബൈബിറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ബൈനാൻസിനൊക്കെ ബാൻ ചെയ്തത്, അവർ ഇന്ത്യയിലെ ടാക്സിൻ്റെ കാര്യങ്ങളൊന്നും രജിസ്റ്റർ അല്ലാത്തതുകൊണ്ടാണ് അവരെ ബാൻ ചെയ്തത്. അത് ഉടനെ തിരിച്ചു വരും, അതിനെപ്പറ്റി നമുക്ക് വീഡിയോസിൽ പറയാം, അടുത്ത വീഡിയോയിലൊക്കെ. ഇത് പോയപ്പോൾ ബാൻ ആവാതെ നിൽക്കുന്നതിൻ്റെ കാരണം ഇത് ഇന്ത്യയിലെ എല്ലാ നിയമങ്ങളും പാലിച്ച് രജിസ്റ്റേർഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്നെ വിശ്വാസം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്തിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതി. ഞാൻ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല. ചിലർ ചോദിക്കുന്നു എന്ത് വീഡിയോ ഇട്ടാലും ചിലർ ചോദിക്കുമ്പോൾ ഇത് ട്രസ്റ്റബിൾ ആണോ എന്നൊക്കെ ചോദിക്കും. നിങ്ങളൊരു പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അത് സേഫ് ആണ് എന്നാണ് എൻ്റെ അർത്ഥം. ഗവൺമെൻറ്റിൻ്റെ എല്ലാ റൂൾസും പാലിക്കുന്നുണ്ട്, പ്ലേ സ്റ്റോറിൻ്റെ എല്ലാ റൂൾസും പാലിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രൈവസിക്ക് എന്തെങ്കിലും പറ്റുമോ, ഐഡൻറ്റിറ്റിക്ക് ഒന്നും പറ്റുമോ, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. 100% സേഫാണ് ബൈബിറ്റ്. ഓക്കെ, എത്രയോ കോടിക്കണക്കിന് ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ്, ഞാനും വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും വീട്ടിലുള്ള ഒരാളുടെ ഐഡൻറ്റിറ്റി എങ്കിലും, നിങ്ങൾക്ക് ID കാർഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലുള്ള ആരുടെയെങ്കിലും ID കാർഡെങ്കിലും വെച്ചിട്ട് ബൈബിറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് അതിനും പറ്റില്ല, വീട്ടിലൊരാളുടെ ഐഡിയും അവരൊന്നും തരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അടുത്ത വീഡിയോ കാണുക. KYC ഇല്ലാതെ, അതായത് വെരിഫിക്കേഷൻ ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന എക്സ്ചേഞ്ചിൻ്റെ വീഡിയോ അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അത് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ID ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഞാൻ രണ്ടിലും അപ്ഡേറ്റ് ചെയ്യാം എങ്ങനെയാണ് KYC വെരിഫിക്കേഷൻ ഇല്ലാത്ത എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം ഞാനിവിടെ ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചിട്ടാണ്. ഡ്രൈവിംഗ് ലൈസൻസ് ക്ലിക്ക് ചെയ്തു, കൺഫേം ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ നിങ്ങൾ ക്യാമറ അലോ ചെയ്യണം. ക്യാമറ അലോ ചെയ്യുക. ക്യാമറ പെർമിഷൻ അലോ ചെയ്ത് കഴിഞ്ഞാൽ ഐ എം റെസിഡൻറ്റ് ഓഫ് ഓർ ലിവ് ഇൻ, നിങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണോ വേറെയുള്ള കൺട്രിയിലാണോ എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ US ഇന്ത്യയിലാണ്, അതുകൊണ്ട് അതർ കൺട്രീസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ID ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഇന്ത്യ ആണ് സെലക്ട് ആയിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യ സെലക്ട് ആക്കിയതിന് ശേഷം ID കാർഡാണോ, ഡ്രൈവിംഗ് ലൈസൻസ് ആണോ, പാസ്പോർട്ടാണോ, റെസിഡൻസ് പെർമിറ്റ് ആണോ സെലക്ട് ചെയ്യുക. നിങ്ങൾ ഏതാണുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യുക. ഞാൻ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ചൂസ് ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ID കാർഡിൻ്റെ ഫോട്ടോ എടുക്കണം. ഫ്രണ്ട് ഓഫ് IDയും ബാക്ക് ഓഫ് IDയും എടുക്കണം. ഞാനിപ്പോൾ അത് എടുക്കുകയാണ്. അതെനിക്ക് സ്ക്രീൻ റെക്കോർഡിങ്ങിൽ കാണിക്കാൻ പറ്റില്ല, പ്രൈവസി റീസൺസ് കാരണം. അപ്പോൾ ഫ്രണ്ടും ബാക്കും നിങ്ങൾ ഫോട്ടോ എടുക്കണം ആദ്യം, ക്യാമറ ഓപ്പൺ ആയിട്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ടും ബാക്കും ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സെൽഫി എടുക്കണം. ഇതാണ് KYC എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ IDയും നിങ്ങളുടെ IDയിലുള്ള ആളും ഒരാൾ തന്നെയാണോ നോക്കാനാണ്. അപ്പോൾ നിങ്ങളുടെ ഫേസ് ഒരു സെൽഫി എടുക്കുക. കറക്റ്റായിട്ട് ഫേസ് ബ്ലർ ആവാതെ കാണുന്ന പോലെ ഒരു സെൽഫി എടുക്കുക.
സെൽഫി ക്ലിക്ക് ചെയ്യാനുള്ള ബട്ടൺ ഇല്ല, ഓട്ടോമാറ്റിക്കലി ഫേസ് വെരിഫൈ ആവുകയാണ് ചെയ്യുക. അത് കഴിഞ്ഞ് ഒന്നും കൂടി വെരിഫൈ യുവർ ഐഡൻറ്റിറ്റി എന്ന് വീണ്ടും വന്നാലും സെയിം കാര്യം തന്നെ. ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾ ഏത് ഐ ഡിയാണ് ചൂസ് ചെയ്ത് അത് കൊടുക്കുക, എന്നിട്ട് കണ്ടിന്യൂ അടിക്കുക, ഒന്നുകൂടെ കണ്ടിന്യൂ അടിക്കുക. വെരിഫൈനെ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫെയിൽഡ് വന്നാലും ഒന്ന് റിഫ്രഷ് ചെയ്താൽ ലെവൽ 1 വെരിഫൈഡ് എന്ന് പറഞ്ഞ് ആവുന്നതാണ്. ലെവൽ 1 വെരിഫൈഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ബാക്ക് അടിച്ചാൽ മതി. അപ്പോൾ ഈ വെരിഫൈനൊന്നുള്ള പോയിട്ടില്ലെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, വെരിഫൈ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ഡെപ്പോസിറ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് $5000 ബോണസ് കിട്ടുക. $5000 വരെയുള്ള ബോണസ് നിങ്ങൾക്ക് കിട്ടുക. 6 ദിവസവും 17 മണിക്കൂറുമാണ് അതിനായിട്ട് സമയമുള്ളത്. അതിനിടയ്ക്ക് നിങ്ങൾ $100 മിനിമം ഈ ഒരു ബൈബിറ്റ് എക്സ്ചേഞ്ചിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്താലേ നിങ്ങൾക്ക് $5000 ബോണസ് കിട്ടുള്ളൂ. ചെയ്തില്ല എന്ന് വെച്ചൊരു പ്രശ്നമില്ല, നിങ്ങൾക്ക് $5000 വരെയുള്ള ബോണസ് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, ചെറിയൊരു ബോണസ് കിട്ടുള്ളൂ. അപ്പോൾ ആ ബോണസ് എങ്ങനെ എടുക്കാൻ നോക്കാം. നിങ്ങളിവിടെ കാണുന്ന റിവാർഡ് സബ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. റിവാർഡ് സബ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും. $1025 നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ $10 ആദ്യം ബോണസ് കിട്ടാൻ $100 മിനിമം $100 ഡെപ്പോസിറ്റ് ചെയ്യണം. അതിനുശേഷം ഡെപ്പോസിറ്റും ട്രേഡും ചെയ്ത് ഒരു $15 കിട്ടും. പിന്നെ ഡെപ്പോസിറ്റ് $100, ട്രേഡ് $10,000. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലക്കി ഡ്രോ ടിക്കറ്റ് കൂടെ കിട്ടും. അതൊക്കെ നിങ്ങൾക്ക് നോക്കി ചെയ്യാം. അതിനൊക്കെ വരുന്ന വീഡിയോസിൽ ഞാൻ പറഞ്ഞുതരാം. അതൊന്നും ചെയ്യാതെ കിട്ടുന്നൊരു സംഭവമാണ് $20 വെൽക്കം ഗിഫ്റ്റ്. ഇത് നമ്മളെ ലിങ്ക് വഴി കയറിക്കൊണ്ട് കിട്ടിയതാണ്. അത് ക്ലെയിം അടിക്കുക. ഓക്കെ, ക്ലെയിം അടിക്കുമ്പോൾ അതിൻ്റെ ക്ലെയിം ബൈയും അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റും വാലിഡ് ഡേറ്റും ഒക്കെ കാണാം. അതൊക്കെ വായിച്ച് നോക്കാം. എന്നിട്ട് അതുപോലെ തന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടെങ്കിലും റിവാർഡ് ക്രെഡിറ്റ് നിങ്ങൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞ് 1 മണിക്കൂർ സമയം കൊടുക്കണം ഇതൊന്ന് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവാൻ. അതുപോലെ തന്നെ ഇത് സ്പോട്ടല്ല, ഡെറിവേറ്റീവ് ആണ്. അതെന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് നിങ്ങൾ ക്ലെയിം അടിക്കുക. ക്ലെയിം ചെയ്തതിന് ശേഷം വ്യൂ ഡീറ്റെയിൽസിലേക്ക് പോകുക, അല്ലെങ്കിൽ ഡണ്ണ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഡണ്ണ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ബാക്കിലേക്ക് വന്ന് അസറ്റ്സിലേക്ക് പോയിട്ട് നിങ്ങളുടെ റിവാർഡ് ഹബിലേക്ക് ഒന്നും കൂടി പോകണം. അസറ്റ്സിലല്ല, ഹോമിൽ തന്നെ റിവാർഡ്സ് ഹബ് പോവുക. അവിടെ മൈ റിവാർഡ്സിൽ നിങ്ങൾക്ക് ഒന്ന് കാണാൻ പറ്റും. അതാണ് നമ്മളെ $20, അതായത് $20 കൂപ്പൺ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടി നമ്മളെ ഇതുവഴി, നമ്മളെ ലിങ്ക് വഴി കയറിയതുകൊണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് $10 കിട്ടും. അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് $100 ആണ് കേട്ടോ ചെയ്യേണ്ടത്, എന്നാലേ കിട്ടുള്ളൂ. അതുപോലെ തന്നെ അതിന് ട്രേഡ് $500 ചെയ്താൽ നിങ്ങൾക്ക് $15 കൂടി ബോണസ് കിട്ടും. അങ്ങനെ എല്ലാം കൂടി കൂട്ടി $1025 നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ അത്രയും ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ. അതൊക്കെ അറിയുന്നവർ മാത്രം ചെയ്താൽ മതി. അറിയാത്ത ബിഗിനേഴ്സ് ജസ്റ്റ് നമ്മുടെ കൂപ്പൺ ക്ലെയിം ചെയ്യുക മാത്രം ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അറിയാത്ത കാര്യത്തിൽ പോയിട്ട് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ എല്ലാത്തിൻ്റെയും വീഡിയോസ് ഓരോ ദിവസമായിട്ട് ചെയ്യും. ഈ സീരീസിൽ കൂടെ തന്നെ ഉണ്ടാവുക, എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കുക. ഓക്കെ, ബൈബിറ്റ് എന്താണ്, ട്രേഡിംഗ് എന്താണ്, ക്രിപ്റ്റോ കറൻസി എന്താണ്, എല്ലാ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാ വീഡിയോസും കിട്ടാനായിട്ട് സബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇതിനെയൊക്കെ എങ്ങനെ നമ്മൾ മൈൻ ചെയ്യുന്ന ക്രിപ്റ്റോ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഫ്യൂച്ചർ വരുന്ന വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ, സിമ്പിൾ കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ എങ്ങനെ ക്രിപ്റ്റോ ചെയ്യാന്നുള്ളൊരു ചെറിയൊരു സ്നീക്ക് പിക്ക് കാണിച്ചു തരാം. ഈ ഹോമിൽ നിന്ന് മാറിയിട്ട് അസറ്റ് എന്ന് പറയുന്ന ടാബിലേക്ക് വരിക. താഴെ അസറ്റിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡെപ്പോസിറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ടാകും. ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ എന്ന് പറയുന്നൊരു ബട്ടൺ കാണാൻ പറ്റും, ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഡയറക്റ്റ്ലി നമ്മുടെ ക്രിപ്റ്റോ കറൻസി, നമ്മൾ ടെലഗ്രാം യൂസ് ചെയ്ത് മൈൻ ചെയ്യുന്ന ക്രിപ്റ്റോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ സെല്ല് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ചെയിൻ ഗെയിമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഡ്രോയിൽ വരുമ്പോൾ അത് വിഡ്രോ അടിച്ച് ഇതിലേക്ക് ഇട്ട് സെല്ല് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് വീഡിയോ ചെയ്യാം. അത് കണ്ട് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. എടുത്ത് ചാടിയൊരു തീരുമാനം എടുക്കരുത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീട്ടുകാരുടെ യൂസ് ചെയ്ത് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ KYC ഇല്ലാത്ത ഒരു എക്സ്ചേഞ്ചിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണുക. ഓക്കെ, ബൈബിറ്റ് എക്സ്ചേഞ്ച് എന്തായാലും വേണം. അപ്പോൾ അത് പറ്റുന്നവരൊക്കെ മാക്സിമം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.